Skewness. Measure of asymmetry are commonly described as measure of skewness. The measure of asymmetry ആണ് എന്ത് measure of skewness എന്ന് പറഞ്ഞാൽ when a distribution of items in a series is not even, that is asymmetrical, the curve is regarded as distorted. ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പം വെൻ ദ ഐറ്റംസ് ഇൻ എ സീരീസ് ഈസ് നോട്ട് ഈവൺ ഇറ്റ് ഈസ് അസിമെട്രിക്കൽ. അപ്പോൾ ഈക്വൽ ആവുമ്പോഴാണ് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, ഒരു കേവ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോട്ടെ ഒരു എന്തെങ്കിലും ഒരു ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു എന്താ ഒരു സർക്കിളോ അല്ലെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഈക്വലായിട്ട് നമുക്ക് അതിനെ സെൻറ്ററിലൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെന്താ രണ്ട് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്താ ഈക്വൽ ഏരിയ കിട്ടണം. അല്ലെങ്കിൽ അതിനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ഷേപ്പിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് സിമെട്രിക്കൽ എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സൈഡ് കുറച്ച് എക്സ്റ്റെൻഡ് ആണെങ്കിൽ അതിന് അസിമെട്രി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം സ്ക്യൂനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെഷർ ഓഫ് അസിമെട്രി ആണ് എന്ത് മെഷർ ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ. ദ കർവ് ഈസ് റിഗാർഡഡ് ആസ് ദാറ്റ് ഈസ് അസിമെട്രിക്കൽ. ദ കർവ് ഈസ് റിഗാർഡഡ് ആസ് ഡിസ്റ്റോർട്ടഡ്. When a curve is not so distorted, it shows a symmetrical distribution and if plotted on a graph paper depicts a perfectly bell-shaped curve. ഒരു ബെൽ ഷേപ്ഡ് കേവ് ആണ്. ബെൽ ഷേപ്ഡ് കേവ് എടുത്തു കഴിഞ്ഞാൽ അതിന് സെൻറ്ററിലൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഈക്വൽ ഏരിയ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, അസിമെട്രി എന്ന് പറയും. സിമെട്രിക്കൽ എന്ന് പറയും. അസിമെട്രി അല്ല, സിമെട്രിക്കൽ. ഇഫ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് സിമെട്രിക്കൽ ഇറ്റ് ഈസ് ഡീംഡ് ടു ബി സ്ക്യൂഡ്. നോട്ട് സിമെട്രിക്കൽ ആകുമ്പോൾ അത് സ്ക്യൂഡ് ആയിരിക്കും. അപ്പം സ്ക്യൂനെസ് മീൻസ് ലാക്ക് ഓഫ് സിമെട്രി ആണ്. ലാക്ക് ഓഫ് സിമെട്രിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഓർ ഡിപ്പാച്ചർ ഫ്രം സിമെട്രി. അക്കോർഡിംഗ് ടു സിംപ്സൺ ആൻഡ് കോഫ്ക, സ്ക്യൂനെസ് ഓർ അസിമെട്രി ഈസ് ദ ആട്രിബ്യൂട്ട് ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഫാർദർ ഓൺ വൺ സൈഡ് ഓഫ് ദ ക്ലാസ് വിത്ത് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ദെൻ ഓൺ ദ അതർ. അപ്പോൾ രണ്ട് സൈഡും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഈക്വലാക്കി ഡിവൈഡ് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു സൈഡ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കവിടെ സിമെട്രിക് ആയിട്ട് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമെട്രി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ രണ്ട് ഏരിയയും എടുത്തു കഴിഞ്ഞാൽ മിഡിലിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ആകുന്നില്ലെങ്കിൽ അതിന് അവിടെ എന്തുണ്ട്, അസിമെട്രിയാന്ന് പറയും, അല്ലെങ്കിൽ സ്ക്യൂഡ്, ദ കർവ് ഈസ് സ്ക്യൂഡ് എന്ന് പറയാൻ പറ്റും. Okay, the measure of skewness are derived from the fact that in the distribution which is perfectly symmetrical, the mean, median, mode and mode coincide. ഓക്കെ, അപ്പോൾ സിമെട്രിക്കൽ ആണെങ്കിൽ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആയിരിക്കും. അത് മൂന്നും സെൻട്രലായിട്ടാണ് വരിക. നമ്മളൊരു കേവ് എടുത്ത് ബെൽ ഷേപ്ഡ് കേവ് അത് സിമെട്രിക്കൽ ആണെങ്കിൽ അതിൽ മീൻ, മീഡിയൻ, മോഡ് ആർ ഈക്വൽ ആയിരിക്കും. And in a skewed distribution, these measurements tends to differ from each other, and the larger the skewness in a series, the larger the difference between these measures of central tendency. The difference between mean, median or mode provides an easy way to examine the nature as well as the degree of asymmetry in series. അപ്പോൾ മീൻ, മീഡിയൻ, മോഡ് ഈക്വൽ ആകുമ്പം സിമെട്രിക്കലും, മീൻ, മീഡിയൻ, മോഡ് എന്താണ് ഡിഫറെൻ്റ് ആകുമ്പോൾ അത് അവിടെ ഒരു അസിമെട്രി ഉണ്ടാവും. അപ്പോൾ ലാർജർ ദ ഡിഫറൻസ്, അത് മൂന്ന് തമ്മിലുള്ള ഡിഫറൻസ് ലാർജർ ആണെങ്കിൽ ഇപ്പോൾ അവിടെ എന്താണ് വലിയൊരു അസിമെട്രി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇഫ് മോർ വാല്യൂസ് ആർ ഗ്രേറ്റർ ദാൻ മോഡ്, ദ ഫ്രീക്വൻസി കർവ് ഹാസ് എ ലോങ്ങർ tail to the right than to the left as in the figure, then the distribution is said to be positively skewed or to have a positive skewness. റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഏരിയ കൂടുതലെങ്കിൽ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, പോസിറ്റീവ്ലി സ്ക്യൂഡും. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മുടെ ഏരിയ കൂടുതലായിരിക്കുന്നതെങ്കിൽ അതിന് നെഗറ്റീവ്ലി സ്ക്യൂഡും അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ടു ദ ലെഫ്റ്റ് എന്നും പറയും. ഓക്കെ, ദെൻ അപ്പോൾ ഇവിടെയുള്ള ഫസ്റ്റ് ഫിഗർ എടുത്തു കഴിഞ്ഞാൽ ബെൽ ഷേപ്ഡ് കേവ് ഉണ്ടോ ഫസ്റ്റ് ഫിഗറിൽ. അപ്പോൾ അതിൽ സെൻട്രൽ പാർട്ടാണ് എക്സ് ബാർ ഈക്വൽ ടു മീൻ ഈക്വൽ ടു എക്സ് ബാർ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു സെഡ് അല്ലേ. അപ്പം അത് സിമെട്രിക് ആണ്. അതായത് ആ മീനും മീഡിയൻ മോഡും ഈക്വലാണ്. മീനും മീഡിയൻ മോഡും ഈക്വൽ ആവും എപ്പോഴാണ്, സിമെട്രിക് ആവുന്ന ടൈമിലാണ്. ആൻഡ് ആ മീൻ, മീഡിയൻ മോഡ് എന്ന് പറയുന്ന ആ വരയില്ല, എക്സ് ആക്സിസിലുള്ള പോയിൻറ്റിൻ്റെ
ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഈക്വൽ ഏരിയ ആണ്, നോക്കിയാൽ അറിയാം നമുക്ക്. അപ്പോൾ എന്താണ് അത് സിമെട്രിക്കൽ ആണ്, കർവ് ഈസ് സിമെട്രിക്കൽ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കാം. അതായത് മോഡ്, മീഡിയൻ ആൻഡ് മീൻ. അപ്പോൾ മീനാണ് കൂടുതൽ, അല്ല എക്സ് വാല്യൂസിൽ മീൻ ആണ് കൂടുതൽ. ആൻഡ് അതിൽ കുറവെന്ന് പറയുന്നത് മീഡിയനാണ്, അതിൽ കുറവാണ് മോഡെന്ന് പറയുന്നത്. അപ്പോൾ മോഡ് ഈസ് ലെസ് ദാൻ മീഡിയൻ വിച്ച് ഈസ് ലെസ് ദാൻ മീൻ. അപ്പോൾ അത് പോസിറ്റീവ്ലി സ്ക്യൂഡാണ് അല്ലേ. എക്സ് ആക്സിസിൽ കൂടുതൽ വാല്യൂ ഉള്ളത് എക്സ് ബാറിൻ്റെ അടുത്താണ് അല്ലേ. ഏറ്റവും കൂടുതൽ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ബാറാണ് എക്സ് ആക്സിസിൽ നോക്കുകയാണെങ്കിൽ. ആൻഡ് പിന്നെ മീഡിയൻ, പിന്നെ മോഡാണ് സെഡ്. അപ്പം ഇങ്ങനെ വരുന്നു. ആൻഡ് വിച്ച് ഈസ് റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഒരു ടെയില് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ടെയില് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് സിമെട്രിക്കൽ അല്ല എന്നുള്ളത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ക്യൂഡ്, അതായത് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. അതായത് പോസിറ്റീവ് സൈഡിലേക്കാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് പോസിറ്റീവ്ലി സ്ക്യൂഡാണ്. അതായത് അസിമെട്രിക്കലാണിത്. അസിമെട്രിക്കൽ ആയതുകൊണ്ട് സ്ക്യൂഡാണ്. ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് സ്ക്യൂഡ് ആയതുകൊണ്ട് ഇത് വിച്ച് ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയും. അപ്പോൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ മോഡ് ലെസ് ദാൻ, മീഡിയം ലെസ് ദാൻ മീനായിരിക്കും കൂടുതൽ. ആൻഡ് നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് ഇത് എന്ത് ചെയ്യുന്നത്, ടെയിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. നോക്കിയാൽ അറിയാം. അതായത് നെഗറ്റീവ് സൈഡിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതലുള്ളത് which is എക്സ് ബാർ ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ, മോഡ്. ഏറ്റവും കൂടുതലുള്ളത് മോഡാണ്. ആൻഡ് ഏറ്റവും കുറവ് മീനാണ്. ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ, മോഡ്. അത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണല്ലോ കൂടി വരുന്നത്. അപ്പം മോഡാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ എൻഡിലുള്ളത്. അപ്പം എക്സ് ബാർ ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ, മോഡ്. ആൻഡ് ദിസ് ഈസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. അസിമെട്രിക്കലാണ്, നെഗറ്റീവ് സൈഡിലേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ടെയിൽ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് വിച്ച് ഈസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. ആൻഡ് സിമെട്രിക് ആൻഡ് സ്ക്യൂഡ് കർവ്സ് ആണിത് മൂന്നെണ്ണം. എൻ്റെ അടുത്തത് അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. എ ഡിസ്ട്രിബ്യൂഷൻ ഫോർ വിച്ച് മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ഈസ് നോൺ ആസ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അത് ഫസ്റ്റ് ഫിഗർ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആണെങ്കിൽ എന്താണ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. ഫോർ ആൻ അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ദീസ് മെഷേഴ്സ് ഡു നോട്ട് കോയിൻസൈഡ്. ഈ രണ്ട് പോസിറ്റീവ്ലി സ്ക്യൂഡും നെഗറ്റീവ്ലി സ്ക്യൂഡ് ഫിഗേഴ്സ് നോക്കിയാൽ അറിയാം സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. അതിൽ ഇത് മൂന്നും കോയിൻസൈഡ് ചെയ്യില്ല. ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ എ എം ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ, മോഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് സെറ്റ് ടു ബി പോസിറ്റീവ്ലി സ്ക്യൂഡ്. സെക്കൻഡ് ഫിഗറിൽ പറയാം അരിത്തമാറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ, മോഡ്. ദാറ്റ് ഈസ് എക്സ് ബാർ ഗ്രേറ്റർ ദാൻ, മീഡിയൻ എം ഗ്രേറ്റർ ദാൻ സെഡ്. ദിസ് ഈസ് പോസിറ്റീവ്ലി സ്ക്യൂഡ്. ആൻഡ് ഫോർ നെഗറ്റീവ്ലി സ്ക്യൂഡ് എ എം ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ, മോഡ്. ദാറ്റ് ഈസ് അരിത്തമാറ്റിക് മീൻ ലെസ് ദാൻ, മീഡിയൻ ലെസ് ദാൻ, മോഡ്. മൂന്നാമത്തെ ഫിഗർ നോക്കിയാൽ അത് വിച്ച് ഈസ് നെഗറ്റീവ്ലി സ്ക്യൂഡ്. Skewness can be measured in absolute terms by taking the difference between mean, median and mode. Therefore, the absolute measure of skewness is given as skewness equal to mean minus mode. Skewness can be measured in absolute terms by taking difference between mean, median and mode. Okay, skewness എന്ന് പറയുമ്പോൾ മീൻ, മീഡിയൻ, മോഡ് തമ്മിലുള്ള ഡിഫറൻസ്. ആൻഡ് therefore absolute measure of skewness is given as skewness കാണാനുള്ള ഇക്വേഷൻ ആണ് മീൻ മൈനസ് മോഡ് ആൻഡ് ഓർ 3 into mean minus median. This is the empirical relation. Okay. അപ്പോൾ സ്ക്യൂനെസ് മീൻ മൈനസ് മോഡ് ഓർ 3 into മീൻ മൈനസ് മീഡിയൻ ആൻഡ് യൂസിങ് എംപിരിക്കൽ റിലേഷൻ. നെക്സ്റ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻറ്റ് ഓഫ് സ്ക്യൂനെസ്. ഓക്കെ, മേലെ പറയുന്നുണ്ട് if the absolute measures are expressed in relation to some measure of spread, the resultant measure will be relative measure of skewness. There are several relative measure of skewness. The two most commonly used measure of Karl Pearson coefficient of skewness and Bowley's coefficient of skewness. അപ്പം റിലേറ്റീവ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ടൈപ്സ് ഉണ്ട്. അതായത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആൻഡ് ബൗലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ഫസ്റ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. It is a measure of skewness based on the difference between mean and mode. The difference is divided by standard deviation to a relative measure. It is denoted by SKP. Karl Pearson's coefficient of skewness. The difference is divided by standard deviation. And Karl Pearson's coefficient of skewness എന്ന് പറഞ്ഞാൽ
difference between mean and mode ആണ്, based on the difference between mean and mode, and this difference is divided by standard deviation to give a relative measure. It is denoted by SKP. അപ്പോൾ കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്സിനെ SKP എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദിസ് ഇസ് ഈക്വൽ ടു മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ ST, that is x bar minus z divided by sigma. Theoretically this value has no limit, but in practice the value given by this formula usually lies between -1 and +1. അപ്പോൾ തിയററ്റിക്കലി അത് എന്ന് പറയുന്നത് ലിമിറ്റ് ഇല്ല എന്ന് പറയുന്നത്, ബട്ട് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ദിസ് വാല്യൂ യൂഷ്വലി ലൈസ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1. നമുക്ക് കാണാൻ കഴിയും -1 ആൻഡ് പ്ലസിൻ്റെയും ഇടയിലാണ് വാല്യൂസ് കിടക്കുക. ആൻഡ് വെൻ SKP ഈസ് ഈക്വൽ ടു 0 ദ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി സിമെട്രിക്കൽ. അതായത് നമ്മൾ മെഷർ ഓഫ് സ്ക്യൂനെസ്, റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ് ആണ് SKP എന്ന് പറയുന്നത്. അതായത് സ്ക്യൂനെസ് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ SKP ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് അവിടെ സ്ക്യൂനെസ് ഇല്ല. അതായത് സ്ക്യൂനെസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അസിമെട്രിക്കൽ അല്ല എന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് സിമെട്രിക്കൽ. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ അസിമെട്രിക് എന്നാണ് അർത്ഥം. അപ്പം ഇത് റിലേറ്റീവ് മെഷർ ഓഫ് സ്ക്യൂനെസ് അല്ലെങ്കിൽ SKP ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ കാൾ-പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അവിടെ സ്ക്യൂനെസ് ഇല്ല. ദിസ് ഇസ് സിമെട്രിക്കൽ ആയിരിക്കും. അപ്പോൾ വെൻ SKP ഈസ് ഈക്വൽ ടു 0 ദ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി സിമെട്രിക്കൽ. വെൻ SKP ഈസ് പോസിറ്റീവ് ദ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി പോസിറ്റീവ്ലി സ്ക്യൂഡ്, ആൻഡ് when SKP is negative the distribution will be negatively skewed. And the distribution will be positively skewed, and when SKP is negative the distribution will be negatively skewed. Thus the positive or negative sign will indicate the nature of skewness, and the numerical value will give the extent of skewness. Okay, the positive or negative sign will indicate the nature of skewness, and the numerical value will give the extent of skewness. ഓക്കെ, അപ്പം SKP നമുക്ക് 0 ആണെങ്കിൽ സിമെട്രിക്കൽ ആണെന്ന് കിട്ടുക. അതായത് അവിടെ അസിമെട്രി ഇല്ല ആൻഡ് സിമെട്രിക്കൽ ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് പോസിറ്റീവ് ആണെങ്കിൽ +1 പ്ലസ് ആണെങ്കിൽ പോസിറ്റീവ് സൈൻ ആണെങ്കിൽ അത് പോസിറ്റീവ്ലി സ്ക്യൂഡും, നെഗറ്റീവ് സൈൻ ആണെങ്കിൽ അത് നെഗറ്റീവ്ലി സ്ക്യൂഡും ആയിരിക്കും. ആൻഡ് ദ പോസിറ്റീവ് ഓർ നെഗറ്റീവ് സൈൻ വിൽ ഇൻഡിക്കേറ്റ് ദ നാച്ചർ ഓഫ് സ്ക്യൂനെസ്, ആൻഡ് ദ ന്യൂമറിക്കൽ വാല്യൂ will give the extent of skewness. The above formula cannot be used when mode is ill-defined. In such cases, empirical relation between the mean, median and mode can be used. Thus, by using empirical relations, mode നമുക്ക് അറിയില്ല എങ്കിൽ SKP കാണാനുള്ള ഇക്വേഷൻ 3 into mean minus median divided by ST, and that is 3 into x bar minus m divided by sigma. മോഡ് തന്നിട്ടില്ലെങ്കിൽ, മോഡ് ഉണ്ടെങ്കിൽ നമുക്ക് SKP കാണാനുള്ള ഇക്വേഷൻ മീൻ മൈനസ് മോഡ് ഡിവൈഡ് ബൈ ST, ദിസ് ഇസ് ഈക്വൽ ടു x bar minus z by sigma. ആൻഡ് ഇഫ് ദർ ഇസ് മോഡ് ഈസ് നോട്ട് ഗിവൺ ദെൻ SKP ഈസ് ഈക്വൽ ടു 3 into mean minus, that is empirical relation യൂസ് ചെയ്തിട്ട് 3 into mean minus median divided by ST, that is 3 into x bar minus m divided by sigma. Okay, empirical relation ആണ്. empirical relation between mean, median and mode can be used. Thus by using empirical relation, SKP is equal to 3 into mean minus median divided by ST, this is equal to 3 into x bar minus m divided by sigma. Next, Bowley's coefficient of skewness. This is a measure of skewness based on quartiles. Bowley's coefficient of skewness എന്ന് പറഞ്ഞാൽ മെഷർ ബേസ്ഡ് ഓൺ ക്വാർട്ടൈൽസ്. മറ്റേത് കാൾ-പിയേഴ്സൺസ് എന്ന് പറയുന്നത് മെഷർ ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ ആൻഡ് മീഡിയൻ. Bowley's coefficient of skewness എന്ന് പറഞ്ഞാൽ മെഷർ ബേസ്ഡ് ഓൺ ദ ക്വാർട്ടൈൽസ്. This is obtained using the fact that in a symmetrical distribution the first and third quartiles are equidistant from the median. മീഡിയൻ എന്ന് പറഞ്ഞാൽ Q2 ആണ് നമുക്കറിയാം. അപ്പോൾ Q2 നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും എന്ത് Q1ലേക്കും Q3ലേക്കും, അല്ലെങ്കിൽ ഇക്വിഡിസ്റ്റൻസ് ഫ്രം എന്താണ് മീഡിയൻ ഓർ Q2. മീഡിയനും Q2 ഈക്വൽ ആണ് അല്ലേ. ദിസ് ഇസ് എ മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ ക്വാർട്ടർ. ദിസ് ഒബ്റ്റൈൻഡ് യൂസിങ് ദ ഫാക്ട് ദാറ്റ് ദ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ദ ഫസ്റ്റ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിലാണ് ഫോർ ദ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടൈൽസ് ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദ മീഡിയൻ ഓർ Q2. നമുക്കറിയാം Q1 Q2 Q3 ആൻഡ് Q1 Q2 തമ്മിലുള്ള ഡിഫറൻസും Q2 Q3 തമ്മിലുള്ള ഡിഫറൻസും ഈക്വൽ ആയിരിക്കും. അത് Q2 എന്ന് പറഞ്ഞാൽ മീഡിയൻ ആണ്. അപ്പം നമുക്ക് മീഡിയൻ എന്നുള്ള ഡിഫറൻസ് Q1ലേക്കും Q2ലേക്കും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. Hence Q3 minus m is equal to m minus Q1, we know. And so an absolute measure of skewness is Q3 minus m minus Q1. This is the absolute measure of skewness. And Q3 minus m minus Q1. The corresponding relative measure of skewness or Bowley's coefficient of skewness is given by the formula. SKB is equal to Bowley's coefficient of skewness. SKB is equal to Q3 minus m minus Q1 divided by Q3 minus m plus m minus Q1, and SKB is equal to Q3 plus Q1 minus 2m divided by Q3 minus Q1.
ഇതാണ് എന്ത് ബൗളീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണാനുള്ള ഇക്വേഷൻ. ആൻഡ് കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ മെഷർ ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ പെർസെൻറ്റൈൽസ്. മറ്റേത് ബൗളീസ് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടൈൽസ്, ബേസ്ഡ് ഓൺ ക്വാർട്ടൈൽസ് ആണ്. ഇത് ബേസ്ഡ് ഓൺ ദ മറ്റേത് ബേസ്ഡ് ഓൺ ക്വാർട്ടൈൽ മെഷേഴ്സ് ആണ്. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ ദ പെർസെൻറ്റൈൽസ് ആണ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല SKK ഈസ് ഈക്വൽ ടു കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് P90 + P10 - 2m ഡിവൈഡ് ബൈ P90 - P10. ഓക്കെ, ഇവിടെ P10 എന്നാണ് കൊടുത്തിരിക്കുന്നത്, P90 - P10 ആണ്. ആൻഡ് ദിസ് ഇസ് ദ കെല്ലീസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. ഓക്കെ.